നമസ്കാരം. നമ്മൾ ഇപ്പോഴത്തൊക്കെ ഈ എല്ലായിടവും ഈസ്റ്ററും കാര്യങ്ങളൊക്കെ ആണല്ലോ. ഞാൻ അതിൻ്റെ കാര്യമൊന്നുമില്ല. നമ്മൾ ഈ കൊഴുപ്പ്, അതായത് ഇറച്ചിയുടെ ആയാലും പന്നിയുടെ ആയാലും കോഴിയുടെ ആയാലും കൊഴുപ്പ് നമുക്ക് പെട്ടെന്ന് വലിയ കെമിക്കലും കാര്യങ്ങളൊന്നും ഇല്ലാതെ ശുദ്ധമായ രീതിയിൽ നമുക്ക് എങ്ങനെ റിമൂവ് ചെയ്യാം. ഇതുവരെ ആ ടോപ്പിക്ക് ആരും പറഞ്ഞിട്ടുണ്ടാവില്ല, ആർക്കും അറിയില്ല. ഇത് എൻ്റെ അമ്മയുടെ അമ്മ എന്നോട് പറഞ്ഞിട്ട കാര്യമാണ്. ഞാനിത് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് കൊഴുപ്പ് ചേർന്ന നമ്മളിപ്പം ബീഫായാലും പോത്തായാലും, ഞാനിപ്പോൾ ഒരു ഇച്ചിരി കോഴിയുടെ ഉണ്ടായിരുന്നു, പിന്നെ ബീഫുണ്ട്. ഇതെല്ലാം എൻ്റെ രീതി. ഞാനിപ്പോൾ ഇത് വിടാനായിട്ടുള്ള കാര്യം, കൊഴുപ്പ് റിമൂവ് ചെയ്യുന്നതിൻ്റെ ചില കാര്യങ്ങളുണ്ട്. നമ്മുടെ പ്രകൃതിയിൽ സമുദ്രമായി കിട്ടുന്നവരാണ് ഈ ചേമ്പല. കേട്ടോ, ഈ ചേമ്പിൻ്റെ തണ്ടും ഇലയും നമ്മൾ നമ്മുടെ പാത്രങ്ങളിലായാലും സ്ഥലങ്ങളിലായാലും നല്ല രീതിയിൽ നമ്മൾ ഒന്ന് കൈയുടെ ആയാലും പാത്രത്തെ നമ്മളെ കട്ട് ചെയ്യുന്ന കട്ടിംഗ് ബോർഡായാലും അഴുക്കായിട്ടുണ്ടെങ്കിൽ വളരെ സുതാര്യമായിട്ട് ഒരു കെമിക്കലും ചേർക്കാതെ ഈ ചേമ്പലയുടെ ഈ ഇല നല്ലോണം എവിടെ പിഴിഞ്ഞിട്ട് നമ്മുടെ കൈയും കാലിലൊക്കെ തൂത്ത് ഈ ഫുഡിനകത്ത് നിന്ന് ഒരു 2-3 ഇലയൊക്കെ ഇട്ടൊന്ന് എടുക്കാമെന്നുണ്ടെങ്കിൽ വളരെ വൃത്തിയാവും. വളരെ വൃത്തിയാവുന്നല്ല, കൊഴുപ്പ് അതിൽ നിന്ന് പോയി കിട്ടും. ഞാൻ പറഞ്ഞത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. വളരെ ശുദ്ധമായി ചെയ്യാവുന്ന ഒരു കാര്യം. അത് പന്നി ഇറച്ചിയായാലും കോഴിയിറച്ചിയായാലും മാടനായാലും മട്ടനായാലും പശുവിൻ്റെ ഇറച്ചിയായാലും പോത്തിൻ്റെ ഇറച്ചിയായാലും നമുക്ക് വൃത്തിയാകാൻ പറ്റുന്ന, സുതാര്യമായി ചെയ്യാൻ പറ്റുന്ന, നമ്മുടെ കയ്യിൽ നിന്നും നമ്മൾ ചെയ്യുന്ന പാത്രങ്ങളിലായാലും ക്ലിയർ ആയാലും ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് ഇത്. നിങ്ങൾ യൂസ് ചെയ്യുക. ഓക്കെ, ഞാനിത് പറഞ്ഞത് എൻ്റെ അറിവിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ ചെയ്ത് പരീക്ഷിച്ച് നോക്കിയിട്ട് നിങ്ങളതിനെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.